ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വന്ദനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാ വർഷയും മുത്തശ്ശിയൊക്കെ. അവർക്ക് ആപത്തുണ്ടായാൽ അവൾ സഹിക്കില്ല. രഹസ്യങ്ങൾ മണത്ത് പിടിക്കാൻ പ്രത്യേക കഴിവാ വന്ദനയ്ക്ക്. എല്ലാം ചളമാവുന്ന ലക്ഷണമുണ്ടല്ലോ. വർഷ ഫോൺ എടുക്കുന്നില്ലല്ലോ. വർഷ ഫോൺ എടുക്കുന്നില്ല. വർഷ വയ്യാതിരിക്കല്ലേ, ക്ഷീണം കൊണ്ട് അവളെ ഉറങ്ങുമായിരിക്കും. അതിന് സാധ്യതയുണ്ട്. പക്ഷേ ഈ ഫോൺ ബില്ല് വിക്രം കേൾക്കുന്നുണ്ടാവുമല്ലോ. അയാൾ എന്താ ഫോൺ എടുക്കാത്തത്? എനിക്കെന്തോ ഭയം തോന്നുന്നു. എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാലും വിക്രമിന്റെ നമ്പറിലൊന്ന് വിളിച്ചു നോക്കാം. വിക്രമിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. വിക്രം ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അതിന് സാധ്യതയില്ല. 24 മണിക്കൂറും ബിസിനസിന്റെ ചിന്തയിൽ കഴിയുന്ന വിക്രം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യൂ? ഇല്ല. എന്തോ പന്തികേട് മണക്കുന്നു ജഗൻ. എനിക്കും തോന്നുന്നു. അച്ഛമ്മ ഇങ്ങോട്ട് വിളിച്ചിട്ടും ഒന്നും സംസാരിക്കാതെ ഫോൺ കട്ടായി. വർഷ ഫോൺ എടുക്കുന്നില്ല. സ്വിച്ച് ഓഫ് ശീലമില്ലാത്ത വിക്രത്തിന്റെ ഫോണ് സ്വിച്ച് ഓഫ്. എന്തോ കുഴപ്പമുണ്ടെന്ന് കരുതാൻ ന്യായമുണ്ട്. വന്ദനെ, ഇനി വെറുതെ ആരെയും വിളിച്ച് ശല്യപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമുക്ക് രാവിലെ അന്വേഷിക്കാം. ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക്. വാ. നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്ക്.
കൂടെ വന്നിട്ടില്ലേ? ഇല്ല ഡോക്ടർ. വർഷ പ്രഗ്നന്റ് ലേഡിയാണ്. കൂടെ ഒരു സ്ത്രീ ഉണ്ടാകണം. ഓക്കെ. പെട്ടെന്ന് വേണം. ആരെയാണെന്ന് വെച്ചാൽ വിളിക്കൂ. ആ ശരി. ഒരു സ്ത്രീ വേണോ അത്രേ? പകലായിരുന്നെങ്കിൽ ഒരു സ്ത്രീയെ കൂലിക്കെങ്കിലും എടുക്കായിരുന്നു. ഈ പാതിരാത്രി ഞാൻ എവിടെ പോയി തപ്പാനാ? കൂനിമ്മ കുരു എന്ന് പറയുന്ന പോലെ ആയല്ലോ. അഡ്മിറ്റ് ആയത് വർഷയല്ലേ? അതെ. സിസ്റ്റർ വർഷ അറിയോ? വർഷയുടെ ചേച്ചി വന്ദനയെ നന്നായിട്ട് അറിയാം. ഞാനും വന്ദനയും കൂട്ടുകാരാ. സഹായത്തിനൊരു സ്ത്രീ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അവര് വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. എങ്കിൽ പിന്നെ വന്ദനയെ വിളിച്ചാ പോരെ? സാരമില്ല, ഞാൻ വിളിച്ചു പറയാം. വേണ്ട. സിസ്റ്റർ ഇവിടെ കൂട്ടിരിക്കാൻ ഒരു സ്ത്രീയെ കിട്ടുമോ? ചോദിക്കുന്ന കാശ് കൊടുത്തേക്കാം. അങ്ങനെ ആരെയും കിട്ടുമെന്ന് തോന്നുന്നില്ല. അല്ല, വന്ദന വർഷയുടെ സ്വന്തം ചേച്ചിയല്ലേ? അവരെ വിളിക്കുന്നതല്ലേ നല്ലത്? ആരെങ്കിലും കൂട്ടിരിപ്പാരുണ്ടെങ്കിലും എല്ലാം നടക്കും. സിസ്റ്റർ, വന്ദനയുടെ നമ്പർ സിസ്റ്ററുടെ കാണുമല്ലോ, ഒന്ന് വിളിച്ചറിയിച്ചേ. ശരി. വന്ദന മാരണ വരാൻ പോകുന്നത്. അവൾ ഈ വിവരം സകല ക്ഷുദ്രജീവികളെയും വിളിച്ചറിയിക്കും. ആശുപത്രിയിലേക്ക് ഒരു പടപ്പുറപ്പാട് തന്നെ ഉണ്ടാവും. വന്ദനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ വർഷയും മുത്തശ്ശിയൊക്കെ. അവർക്ക് ആപത്തുണ്ടായാൽ അവൾ സഹിക്കില്ല. രഹസ്യങ്ങൾ മണത്ത് പിടിക്കാൻ പ്രത്യേക കഴിവാ വന്ദനയ്ക്ക്. എല്ലാം ചളമാവുന്ന ലക്ഷണമുണ്ടല്ലോ.